അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബ് തൗഹീദ്, അതിൻ്റെ ഷറഹിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് എന്ന കിതാബ് തുടരുകയാണ്. ثم قال تعالى, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖ്തുലുൻ നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വലാ തഖ്തുലുൻ നഫ്സ, ഒരു നഫ്സിനെ വധിക്കരുത്, നിങ്ങൾ വധിക്കരുത്. അല്ലത്തി, എങ്ങനെയുള്ള ഹറമല്ലാഹു, അല്ലാഹു നിഷിദ്ധമാക്കിയ, വധിക്കൽ നിഷിദ്ധമാക്കിയ, ഇല്ലാ ബിൽ ഹഖ്, ന്യായമായ കാരണത്താൽ അല്ലാതെ. അന്നഫ്സ് അല്ലത്തി ഹറമല്ലാഹു ഹിയ അന്നഫ്സുൽ മുഅ്മിന വകദാലിക അന്നഫ്സുൽ മുആഹദ വലൗ കാനത് കാഫിറതൻ. അല്ലാഹു നിഷിദ്ധമാക്കിയ ആത്മാവ് എന്ന് പറഞ്ഞത്, അല്ലാഹു ആരുടെ കൊലയാണ് നിഷിദ്ധമാക്കിയത്? സത്യവിശ്വാസിയുടെ നഫ്സ്. അതേപോലെ മുആഹദത്തിന്റെ നഫ്സ്. മുആഹദത്ത് എന്ന് പറഞ്ഞാൽ വലൗ കാനത്ത് കാഫിറത്തൻ, അവർ കാഫിറത്ത് ആണെങ്കിലും, ആ നഫ്സ് കാഫിറത്ത് ആണെങ്കിലും. നഫ്സ് എന്ന സ്ത്രീലിംഗ് ആയതുകൊണ്ടാണ് കാഫിറത്ത്, മുആഹദത്ത് എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അല്ലാഹു ഹറമ ഖത്ലൽ മുഅ്മിനീൻ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ വധിക്കുന്നത് നിരോധിച്ചു, നിഷിദ്ധമാക്കി. വകദാലിക ഹറമ ഖത്ലൽ മുആഹദീന മിനൽ കുഫാരി അല്ലദീന ലഹും അഹദുൻ ഇൻദൽ മുസ്ലിമീന ബിദ്ദിമ്മത്തി ഔ ബിൽ അമാൻ. അപ്രകാരം തന്നെ അല്ലാഹു ഹറാമാക്കി മുആഹദീങ്ങൾ, കാഫറുകളിൽ നിന്നുള്ള, സത്യനിഷേധികളിൽ നിന്നുള്ള മുആഹദീങ്ങൾ. അല്ലദീന ഉള്ളവർ, ലഹും അഹദുൻ, അവരുമായി കരാറുണ്ട്, ഇൻദൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ അടുത്ത്, ബിദ്ദിമ്മത്തി, ദിമ്മത്ത് കൊണ്ട്, ദിമ്മികളായിട്ടുള്ള, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കാഫറുകളാണ് അവർ. ഔ ബിൽ അമാൻ, അല്ലെങ്കിൽ അമാൻ, നിർഭയത്വം കൊണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ അടുത്ത് അഭയം തേടി എത്തിയവർ, മുസ്ലിം രാജ്യത്ത് താമസിക്കുന്ന ദിമ്മികളായിട്ടുള്ള കാഫറുകൾ, ഇവരുമായി യുദ്ധം ചെയ്യാൻ പാടില്ല. അതേപോലെ ഇപ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായ നാട് എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ ദാറുൽ മുആഹദ എന്നതിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കരാർ പ്രകാരം ആണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പരസ്പര സഹകരണത്തോടുകൂടി കരാർ പ്രകാരം ജീവിക്കുക. അപ്പോൾ ഈ നാട്ടുകാരായിട്ടുള്ള സത്യനിഷേധികളായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വധിക്കാൻ ന്യായമില്ല. അല്ലെങ്കിൽ തന്നെ നിരപരാധികളായ ആളുകളെ വധിക്കുന്നത് ഇസ്ലാം കർക്കശമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഇനി ഫദിമ്മത്തു വഹും അല്ലദീന യദ്ഫഊന ജിസിയ. അപ്പോൾ ദിമ്മികൾ എന്ന് പറഞ്ഞാൽ അവർ ജിസിയ നൽകുന്നവരാണ് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ. അതേപോലെ ഔ ബിൽ അമാനി, അപ്പോൾ അമാൻ അല്ലെങ്കിൽ അമാൻ കൊണ്ടെന്ന് പറഞ്ഞു. വഹുമുല്ലദീന ദഖലു ബിലാദന ബിൽ അമാൻ, നിർഭയത്വത്തിൽ നമ്മുടെ നാടുകളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ പ്രവേശിച്ചവരാണവർ. അപ്പോൾ അഭയം തേടിയവർ. ലാ യജൂസു ഖത്ലഹും വത്തഅദ്ദി അലൈഹിം, അവരെ വധിക്കുകയോ അവരോട് അതിക്രമം കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. ലിഅന്നഹും ഫി ദിമ്മത്തിൽ മുസ്ലിമീൻ, കാരണം അവർ മുസ്ലിങ്ങളുടെ ദിമ്മത്തിലാണ്. വഫി അമാനിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ നൽകിയ അമാനിലാണ്. ലാ യജൂസു ഖിയാനത ദിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദിമ്മികളായിട്ട് മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളെ അവരെ വഞ്ചിക്കൽ അനുവദനീയമല്ല. വലിഹദാ ജാഅ ഫിൽ ഹദീസ്, കാരണത്താൽ ഹദീസിൽ വന്നിരിക്കുന്നു, മൻ ഖതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന, ആരൊരുത്തൻ മുആഹദനെ, അതായത് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങളെ, അവരെ വധിച്ചാൽ അവൻ സ്വർഗത്തിൻ്റെ, ജന്നത്തിൻ്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല, അതുപോലും അവൻ മണക്കുകയില്ല എന്ന്. ഇനി ഇവിടെ വധത്തിൻ്റെ കാര്യം പറഞ്ഞു. വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ശിക്ഷയായിട്ട് വധിക്കും. അപ്പോൾ അത് ചെയ്യേണ്ടത് ആരാണ്? ഇസ്ലാമിക ഭരണകൂടം ആണ്. ഇസ്ലാമിക ഭരണകൂടം നിർദ്ദേശിക്കുന്ന പ്രകാരമാണ്. അല്ലെങ്കിൽ അപ്പോൾ അവർ നിയോഗിച്ച പട്ടാളക്കാർക്കാണ് അതിനുള്ള അധികാരം. അല്ലാതെ ന്യായമായ കൊലപാതകമാണെങ്കിൽ പോലും അതും ചെയ്യുന്നത് വ്യക്തികളല്ല. വ്യക്തികൾ നിയമം കയ്യിലെടുക്കൽ അനുവദനീയമല്ല. ഇല്ലാ ബിൽ ഹഖ്, ന്യായമായിട്ടല്ലാതെ. ഐ ബിൽ ഇല്ലാ ബി ഇഹ്ദാ ഹാദിഹി സലാഹ്, ഈ മൂന്ന് കാരണങ്ങൾ അല്ലല്ലാതെ. ഖിസാസ്, ഒന്ന് ഖിസാസ്, പ്രതിക്രിയ എന്ന നിലയ്ക്ക് ഒരു ഘാതകന്, കൊലയാളിക്ക് അയാൾക്ക് വധശിക്ഷ കൊടുക്കുമ്പോൾ അന്നലക്ക് അത് ഇസ്ലാമിക ഭരണകൂടം വിധിക്കുന്നതിനനുസരിച്ച്, ഇസ്ലാമിക കോടതി വിധിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ തീരുമാനം.
ഔസിന അല്ലെങ്കിൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്ന നിലക്ക്, അതായത് വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷ. ഔ റിദ്ദ അല്ലെങ്കിൽ റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. അപ്പൊ ഏതൊരാൾക്കും ഏത് മതവും സ്വീകരിക്കാം. അതിന് പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ ബലാത്കാരമായിട്ട് നിർബന്ധിക്കുന്നില്ല ആര്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. സത്യം അസത്യത്തിൽ നിന്ന് കൃത്യമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാണല്ലോ. അപ്പൊ റുഷ്ദ് ഗയ്യിൽ നിന്ന് വ്യക്തമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് നഷ്ടക്കാരായിരിക്കും എന്ന് മാത്രം. അപ്പൊ മുർത്തദിനെ കൊല്ലുന്ന പിന്നെന്താ? അത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഇസ്ലാമിക അധ്യാപനങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമ്പം അയാൾ റബലായിരിക്കും, അയാൾ വിപ്ലവം നയിക്കുന്ന ഇസ്ലാമിക ഗവൺമെന്റിനെതിരായിരിക്കും. അപ്പൊ അയാളെ വെറുതെ വിട്ട് ശത്രുക്കൾക്കിടയിലേക്ക് വിട്ടാൽ അയാൾ പല രഹസ്യങ്ങളും ചോർത്താനും പല ചാരപ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും മുർത്തദിനെ കൊല്ലുക എന്നൊരു വിഷയം. അതും തന്നെ ഇസ്ലാമിക ഭരണകൂടം തീരുമാനിക്കുന്ന പ്രകാരമാണ്, അല്ലാതെ വ്യക്തികളല്ല. നമ്മുടെ രാജ്യത്തൊന്നും ഇതൊന്നും ബാധകമല്ല എന്നും വ്യക്തമായിട്ട്. അപ്പോ ഇവിടെ ഇതാണ് അള്ളാഹു നിയമമാക്കിയ ഖത്ൽ, വ്യഭിചാരം. അതേപോലെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വിവാഹിതരായ ആളുകളുടെ വ്യഭിചാരം. പിന്നെ അതേപോലെ ഖിസാസ്, പ്രതിക്രിയ എന്ന നിലക്കുള്ള പിന്നെ വധശിക്ഷ. അതേപോലെ റിദ്ദത്തിന്റെ ശിക്ഷ. മാതാരി അത് അല്ലാത്ത ഫലായി ജൂസ് ഖത്ലുൽ മുസ്ലിം. അപ്പോൾ അതല്ലാത്തത് പാടില്ല, ഖത്ലുൽ മുസ്ലിം പാടില്ല. ഖാല അല്ലാഹു തആല പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫിഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അദീമ. വമൻ യഖ്തുൽ മുഅ്മിനൻ, ആരൊരുത്തൻ ഒരു സത്യവിശ്വാസിയെ വധിക്കുന്നുവോ, മുതഅമ്മിദൻ കരുതിക്കൂട്ടി, ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലം എന്നത് ജഹന്നമാണ്. ഖാലിദൻ ഫിഹാ, അതിൽ അവൻ ശാശ്വതവാസിയായിരിക്കും. വഗളിബ അല്ലാഹു അലൈഹി, അവൻ മേൽ അള്ളാഹു കോപിച്ചു ഇരിക്കും. വലഅനഹു, അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വഅദ്ദ ലഹു, അവൻ അള്ളാഹു തയ്യാർ ചെയ്തിരിക്കുന്നു അദാബൻ അദീമ, കൊടിയ ശിക്ഷ. വഖത്ലുൻ നഫ്സി മിൻ അഅ്ളമിൽ കബായിർ, അപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് അത് വൻ ദോഷങ്ങളിൽപ്പെടുത്താണ്. ബഅദ ശിർക്കി ബില്ലാഹി തആല, അള്ളാഹു തആലയിൽ ശിർക്ക് വെക്കുന്നതിന് തൊട്ടടുത്ത് സ്ഥാനം വരുന്ന മഹാപാപമാണ് ഏത്? ഖത്ലുൻ നഫ്സ് ഇല്ലാ ബിൽ ഹഖ്. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, അതാണ് നിങ്ങൾക്ക് ഉപദേശിക്കുന്നത് അവൻ അള്ളാഹു. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ബുദ്ധിയുള്ളവരാവാൻ. ലഅല്ലകും ഹുന തഅലീലിയത്ത്, അപ്പം നിങ്ങൾ അയക്കാൻ എന്നത് തഅലീലിയത്ത്, അതിന്റെ കാരണം പറയണം. ഐ ലി അജ്ലി അൻ തഅഖിലു, നിങ്ങൾ ബുദ്ധിയുള്ളവരായക്കാൻ എന്ന്. വൽ അഖ്ലു മഅനാഹു അൽ കഫു അമ്മാ ലാ യജൂസു, അനുവദനീയമാകാത്തത് തടയലാണ് അഖ്ല് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. ബന്ധിക്കുക, തടയ, ബന്ധിക്കുക, അഖ്ല്. സുമിയൽ അഖ്ലു അഖ്ലൻ ലിഅന്നഹു യകുഫുൽ ഇൻസാന അനിൽ അഷ്യാഇ അല്ലതി ലാ തലീഖ്, യോജിക്കാത്ത കാര്യങ്ങളെ തൊട്ട് മനുഷ്യനെ തടയുന്നതാണ്, കഫ് ചെയ്യുന്നതാണ് അഖ്ല്. അതുകൊണ്ടാണ് അഖ്ലിന് അഖ്ല് എന്ന് പറയും. അഖ്ല് പറഞ്ഞാൽ ബന്ധിപ്പിക്കാനാണ്, ബന്ധിക്കുക. കമാ അന്നൽ ഇഖാല ലിൽ ബഈരി യംനഉഹു അനിൽ ളിയാഇ കദാലികൽ അഖ്ൽ, ഏത് പ്രകാരം എന്ന് വെച്ചാൽ ബഈർ, ഒട്ടകത്തിന് ഇഖാൽ കൊണ്ട് ബന്ധിപ്പിക്കും. അപ്പോൾ ഇഖാല് ഒട്ടകം നഷ്ടപ്പെടുന്നതിന് തടയും, ഒട്ടകം ഇതിലേൽ ഓടിപ്പോകുന്നതിന് തടയാലോ, അതിനാണ് ഇഖാല്. അതുപോലെയാണ് അഖ്ല്. വഹുവ ഖൽഖുൻ ജഅലഹു അല്ലാഹു ഫിൽ ഇൻസാനി യംനഉ മിൻ തആത മാ ലാ യജൂസ്. അപ്പോൾ അത് അനുവദനീയമായ കാര്യങ്ങൾ, അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതാണ് എന്ത്? അഖ്ല്. അങ്ങനെ ഒരു സംഗതി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്.